കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും എന്റെ യേശുവിനാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന ബോധ്യത്തോടുകൂടി വലതുവശത്ത് വലയെറിയുവാൻ വിളിച്ചു പറഞ്ഞവൻ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നിങ്ങളുടെ സകല പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും സകല മേഖലകളിലും സൗഖ്യവും സമാധാനവും കടന്നു വരുന്ന ദിവസമാണ്. നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേ. എന്റെ ദൈവം, അവൻ സർവശക്തനാണ്, അവൻ സർവ്വവ്യാപിയാണ്, അവൻ എന്റെ ഹൃദയത്തിലുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി പാടുകയും ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണെന്റെ ദൈവം. 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 അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യിൽ താങ്ങി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യിൽ താങ്ങി നിർത്തും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ കരകളടിച്ചുകൊണ്ട് പാടാം. ശക്തനായ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണെന്റെ ദൈവം. 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 ഞാനെന്നും ഘോഷിക്കും സത്യമായും ക്രൂശിലെ ദിവ്യയാഗം. ഞാനെന്നും ഘോഷിക്കും സത്യമായും ക്രൂശിലെ ദിവ്യയാഗം. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സന്തോഷത്തോടെ ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. 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 ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല, ഞാൻ
ഓർക്കുക, അന്ധനായ ആ യാചകൻ ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് നിങ്ങളുടെ മുൻപിലും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്. യേശു നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് നിങ്ങൾക്ക് കാഴ്ച പ്രാപിക്കണമോ? ഇന്ന് നിങ്ങളുടെ ആത്മീയമായ അന്ധത മാറി യേശുവല്ലാതൊരു സത്യമില്ല എന്നും യേശുവല്ലാതൊരു ദൈവമില്ല എന്നും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവിധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കുന്ന ദിവസമാണ്. ഓർക്കുക പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഒരു യാത്രയിലാണ്. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തതുപോലെ നമ്മുടെ യാത്രയിൽ അവിശ്വാസമുണ്ടാകരുത്, പിറുപിറുപ്പുണ്ടാകരുത്, നിഷേധാത്മകമായ സമീപനമുണ്ടാകരുത്, സംശയമുണ്ടാകരുത്. യേശു അവനാണ് സത്യദൈവം, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞവൻ. ഒരേ ഒരു വഴി സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക്, ഒരേ ഒരു വഴി യേശുക്രിസ്തു. യേശു ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ യാത്രയിലാണ് നാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിനെ നെഞ്ചിലേറ്റുവാൻ തക്കവിധം അകലുവാൻ കാണിച്ചതിന്റെ ഇരട്ടി ആവേശത്തിൽ മടങ്ങുക. അപ്പാ, ഇനി നിന്നെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ലാന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഇസ്രായേലിന്റെ രാജാവ് കടന്നു വരികയാണ്. തകർക്കപ്പെട്ട നിന്റെ സാഹചര്യത്തിലൂടെ നീ കടന്നുപോയപ്പോൾ നിന്നെ താങ്ങി നടത്തിയവൻ, ഐസിയുലൂടെ നീ കടന്നുപോയപ്പോൾ, ആശുപത്രി വരാന്തയിലൂടെ നീ നടന്നു നീങ്ങിയപ്പോൾ, ആരും നിന്നെ സഹായിക്കുവാനില്ല എന്ന് നീ ഹൃദയത്തിൽ നൊമ്പരത്തോടെ ചിന്തിച്ചപ്പോൾ, സ്വന്തം വീട്ടിൽ നീ ഒറ്റപ്പെട്ടപ്പോൾ, എവിടെയെല്ലാം തകർക്കപ്പെട്ടതാ, എവിടെയെല്ലാം തകർക്കപ്പെട്ടതാ, എവിടെയെല്ലാം വീണുപോയതാ. എന്നാൽ ഇന്ന് രക്ഷയുടെ ദിവസമാണ്. ആകാശത്തിന്റെ കീഴില് മനുഷ്യരുടെ ഇടയില് യേശു എന്ന നാമമല്ലാതെ രക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു എന്ന നാമം അത് മാറ്റമാ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ അവൻ മാറ്റി എഴുതുവാൻ പോവുകയാണ്. ആരെങ്കിലും അവന്റെ സ്വരം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നിട്ടാൽ ഇന്നവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ യേശുവിനെ ഒന്ന് വിളിക്കാം. നമുക്ക് എല്ലാവരും യേശുവേ എന്നൊന്ന് വിളിച്ച് വലതുകരം ഉയർത്തിപ്പിടിക്കാം. യേശുവേ എന്നൊന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ചേ. സൗഖ്യത്തിന്റെ സമയമാ. യേശുവേ എന്ന് വിളിച്ചേ. മുഴകൾ മാറുന്ന, ക്യാൻസറുകൾ മാറുന്ന, ട്യൂമറുകൾ മാറുന്ന സമയമാ. യേശുവിനെ വിളിക്ക്, യേശുവിനെ വിളിക്ക്. അവനല്ലാതെ മറ്റൊരു സത്യമില്ല. ആരാധനയ്ക്ക് യോഗ്യനായവൻ, ഒരു നന്മയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ ഓർത്ത് എല്ലാവരും ചേർന്ന് പാടിക്കുകയും ആരാധനയുടെ സമയമാണ്. എല്ലാവരും ഒരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ അടച്ച് കാൽവരി ക്രൂസില് എനിക്ക് വേണ്ടി കീറി മുറിഞ്ഞൊരു യേശുവിനെ നോക്കി വിളിച്ച യേശുവേ. എല്ലാവരും ചേർന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്താം.
ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയതാണ്. ആരും സഹായത്തിനില്ല എന്ന് കരുതി നിലവിളിച്ച സമയം, കണ്ണുനീരോടെ നീ ഒറ്റപ്പെട്ട സമയം, ഇനി മുൻപോട്ടൊരു ജീവിതമില്ല, എന്റെ മുമ്പിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ചിന്തിച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് സ്വാതന്ത്ര്യമായി കടന്നു വന്നവൻ, മകനെ മകളെ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കാൽവരിയിൽ എന്നെ തന്നെ സമർപ്പിച്ചത്? നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ കീറി മുറിഞ്ഞത്? നിന്റെ ഏതവസ്ഥയിലും നിന്നെ സഹായിക്കുവാൻ ഞാൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നീ തിരിച്ചറിയാതിരുന്ന സമയത്ത് പോലും അവന്റെ കരം നിങ്ങളെ സഹായിച്ചു. ആ കരം നിങ്ങളോട് കൂടെയുണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞില്ല ആ സ്നേഹത്തെ. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവിധം തന്റെ ഏകജാതനെ നൽകുവാൻ ദൈവം കരുണ കാണിച്ചപ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ആ യേശുവിന്റെ സ്നേഹമാ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവന്റെ അവസാന തുള്ളി രക്തവും ചിന്തി നമുക്കായി അവൻ കീറി മുറിഞ്ഞത്. നിന്റെ ഏത് സാഹചര്യത്തിലൂടെ നീ കടന്നുപോയാലും എന്റെ ഉള്ളംകൈയിൽ നിന്നെ ഞാൻ വഹിച്ചിട്ടുണ്ട് എന്ന ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏത് തകർക്കപ്പെട്ട സാഹചര്യത്തിലും നമ്മോട് കൂടെ ആ യേശു ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്കിങ്ങനെ പാടാം. തിരുക്കരമെന്നെ താങ്ങി, സത്യമാണോ? വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. തിരുക്കരമെന്നെ താങ്ങി. എല്ലാവരും കാൽവരി ക്രൂശിലേക്ക് കണ്ണുകളെ ഒന്ന് വിട്ടുകൊടുത്തേ. മുമ്പോട്ടു യാത്ര ചെയ്യുവാനെന്നും നൽകിയതാ. ഇരുകരങ്ങളും സ്വർഗത്തിലെ കണ്ണുനീരോടെ വിളിച്ച് ഇസ്രായേലിന്റെ രാജാവ് എഴുന്നള്ളുന്ന സമയമാ. നിങ്ങളുടെ കണ്ണീരൊപ്പാൻ അളവില്ല സകല വേദനകളെയും തുടച്ചു മാറ്റുവാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഇനിയുള്ള സമയങ്ങള് ദൈവത്തിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. നമുക്ക് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താം. ഇനി ഒഴുകുന്നത് ഒരു വലിയ മഴ പോലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യമായിരിക്കണം. മരണത്തെ ജയിച്ചടക്കിയ ഒരു ദൈവം എന്റെ സകല മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ, എന്നെ ജയിപ്പിക്കുവാൻ കഴിയുന്ന ദൈവമാണെന്നുള്ള ബോധത്തോടെ തകർന്നടിഞ്ഞ ജനമേ, വേദനയിലൂടെ കടന്നുപോകുന്ന ജനമേ, കണ്ണുനീരിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇരു കരങ്ങളും നമുക്കൊന്ന് ഉയർത്താം. ഉയർത്തുന്ന കൈകള് ഒരു ജനത്തിന്റെ മുമ്പിലല്ല, ലോകത്തെ സൃഷ്ടിച്ചവന് ആകാശവും ഭൂമിയും സാക്ഷിയാക്കി ഈ ലോകം തന്റെ ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ മുമ്പില് ഇരുകരങ്ങളും ഉയർത്തി, എന്റെ അപ്പച്ച, എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ആഗ്രഹത്തോടെ ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാം. സ്തുതിക്കുന്ന സമയത്ത് കൃപകൾ ഒഴുകണം, ക്യാൻസറുകൾ മാറണം, രോഗങ്ങൾ മാറണം, കെട്ടുകൾ അഴിയണം. ഇവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം. സ്തുതിച്ചേ, കൃപയാൽ സ്തുതിച്ചേ, കെട്ടുകൾ പൊട്ടട്ടെ, വേദനകൾ മാറട്ടെ. എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തുതിക്കാം, എല്ലാവർക്കും ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, നിന്റെ വലിയ സാന്നിധ്യം ഒഴുകണമേ. കൃപ ഇവിടെ ഒഴുകണമേ, കൃപ ഇവിടെ ഒഴുകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ശക്തിയെ, മാലാഖമാരെ ഇവിടെ ഇറങ്ങി വരണമേ. ഒന്ന് സ്തുതിച്ചാട്ടെ, എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. കെട്ടുകൾ പൊട്ടുന്നത് പോലെ രോഗങ്ങൾ മാറട്ടെ, കെട്ടുകൾ ഇവിടുന്ന് അഴിയട്ടെ, രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഈ വേളയിൽ ദൈവത്തിന്റെ ശക്തി ഇരുകരങ്ങളാൽ ഇറങ്ങി വരട്ടെ,
എല്ലാരും ഒന്ന് സ്തുതിച്ചാട്ടെ. നീ അല്ലാതൊരു സത്യമില്ല. ആൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്തവുമായവൻ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ കൃപയെ ഇവിടെ വരണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, വേദനകൾ മാറട്ടെ, രോഗങ്ങൾ അഴിയട്ടെ, വിസായുടെ പ്രശ്നങ്ങൾ മാറട്ടെ, കുടുംബ സമാധാനം ഒഴിയട്ടെ, ഉദര രോഗമുള്ളവർ ഉദരത്തിൽ നിന്ന് പ്രശ്നങ്ങൾ അഴിയട്ടെ, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കട്ടെ, തളവാദം മാറട്ടെ. സ്തുതിക്ക എല്ലാവരും. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു. വിശ്വസിക്ക്. നമ്മൾ ഏറ്റുപറയുന്നത് സാധാ ഒരു ദൈവത്തെ അല്ല, ഈ കടലിനെയും ഈ കരയെയും സാക്ഷിയാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു എന്നാണ് ദൈവം നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ആ സന്തോഷത്തോടെ കരകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വെളിയിലെ ജനം തളരുന്ന ജനമല്ല. ഏതു പ്രശ്നത്തെയും തകർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ സാധിക്കുന്ന ജനമാണെന്നുള്ള ബോധത്തോടെ ഇരുകരങ്ങളും ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ, നല്ലപോലെ നിങ്ങളിങ്ങനെ സ്തുതികൾ പാടുമ്പോൾ, ഹല്ലേലൂയ മുഴക്കുമ്പോൾ, ദൂരെയായിരിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ കുടുംബങ്ങള്, നിങ്ങളുടെ വീടുകള് ദൈവത്തിന്റെ പരിശുദ്ധാഗ്നിയാൽ നിറയുവാനുള്ള ബോധത്തോടെ കൈയുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് തോക്ക. നിങ്ങൾ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ വിളികൊണ്ട് ഇവിടെ മുഴങ്ങണം. മണൽത്തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമില്ല എങ്കിൽ അനുഗ്രഹത്തോടെ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അവൻ സത്യമാ, അവൻ നീതിയാ. വിശ്വാസത്തോടെ വിളിച്ചേ, എല്ലാവരും കരങ്ങളുയർത്തി വിളിച്ചേ. എന്താണ് ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളൊന്ന് കേൾക്കുവാൻ പോകുന്ന സമയമാണിത്. സഹോദരങ്ങളെ, ധ്യാനത്തിന്റെ 1-ാം ദിവസം നമ്മളിന്ന് കേൾക്കുവാൻ പോകുന്നത് യേശുവല്ലാതെ മറ്റൊരു വഴിയില്ല, യേശുവല്ലാതെ മറ്റൊരു സത്യമില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്ന ഈ വലിയ സംഭവത്തെ ആസ്പദമാക്കി നമ്മൾ എന്താണ് വചനം കേൾക്കുകയാണ്. എന്താണ് ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള വലിയ മേഖലകളിലേക്ക് ഇന്നത്തെ ക്ലാസ് തന്നെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ്. സന്തോഷത്തോടെ ദൈവം എന്റെ അടുത്തുണ്ട്, ദൈവം എന്നെ നടത്തും, വലിയൊരു വിശ്വാസം ഹൃദയത്തിൽ എടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ലപോലൊരു ഹല്ലേലൂയ പറയാം. സെന്റ് തോമസ് ദേവാലയമാണ്. വിശുദ്ധ അന്തോണീസിന്റെ വലിയ പെരുന്നാളുമാണ്. സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷാർജയിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഷാർജ സെന്റ് മൈക്കിൾസ് പള്ളിയിലാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇതിന് തൊട്ടടുത്തുള്ള ഒരു ഇടവകയിലുള്ള, അതേസമയം ഈ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നത് എന്റെ ഓർമ്മയിലുണ്ട്. കണ്ണാന്തറ എന്ന് പറയുന്ന ഇടവകയാണെന്ന് തോന്നുന്നു. അവിടുന്ന് കടന്നു വന്നൊരു വ്യക്തി പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു എന്ന നാമം വിളിച്ചു പറയുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഉള്ളില് ദൈവത്തിന്റെ വലിയ ഒരു സ്ഫോടനം പോലുണ്ടാകുകയും, ക്യാൻസർ ആണെന്ന് വിധി എഴുതിയ മകൻ, ഡോക്ടർ വിധി എഴുതി ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഹോസ്പിറ്റലിലൂടെ വളരെയധികം വിഷമത്തിലൂടെ കടന്നുപോയ മകൻ എഴുന്നേറ്റ് നിന്ന് ജനത്തിന്റെ നടുവില് ഇങ്ങനെ പ്രഖ്യാപിച്ചു, എന്റെ ഉദരത്തിൽ എന്തോ സംഭവിച്ചു, എന്റെ നെഞ്ചിൽ എന്തോ കടന്നുപോയി, എന്റെ നെഞ്ചിലൂടെ എന്തോ പ്രത്യേക ഒരു വേദന കടന്നു പോകുകയും എന്റെ ശരീരത്തെ വേദന മാറ്റി ദൈവം എന്തോ ഒരു പ്രത്യേക സുഖം നൽകിയതായി എനിക്ക് തോന്നുന്നു എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും അടുത്ത മീറ്റിംഗിൽ തന്നെ ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തി, ക്യാൻസർ ആണെന്ന് വിധി എഴുതിയ എന്റെ ശരീരത്തിലെ മുഴ ദൈവം എടുത്തു മാറ്റുവാൻ ദൈവം കൃപയേകിയെന്ന്. അന്നു തൊട്ട് ഒരാഗ്രഹമുണ്ടായി, ഈ നാടിന്റെ ഓർമ്മയില്, ഈ മണൽത്തരികളുടെ നടുവില് ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം പറയണമെന്ന്. സഹോദരങ്ങളെ, അന്ന് ആ വ്യക്തി ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും വന്നുകൂടാ? ഏതായാലും ദൈവത്തിന്റെ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഠിന പ്രശ്നങ്ങളുടെയും യാതനകളുടെയും നടുവില് ദൈവം, ഈ മണൽത്തരികളുടെ നടുവില് ദൈവം അത്ഭുതം ചെയ്യുവാൻ ഈ വചനം, ഈ ഒരു കൺവെൻഷൻ ദൈവം ഇവിടെ ഒരുക്കിയതിന് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. നല്ല പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ പറയുവാൻ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറയണം. സഹോദരങ്ങളെ, വിശ്വസിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തില് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലും, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും
അവയ്ക്കെല്ലാം പരിഹാരമായി ഈ ലോകത്തിൽ ഒരു ശക്തിയുണ്ട്. അത് മറ്റൊന്നുമല്ല, നസ്രായനായ യേശു ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാം. നിങ്ങൾ എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കണം. ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. സത്യത്തില് എന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾ നടന്ന 2 ഇടവക ദേവാലയം ഇതിനടുത്തുണ്ട്. ഒന്ന് വെട്ടുകാട് പള്ളിയും 2 അടിമലത്തുറ എന്ന് പറയുന്ന 2 പള്ളികള്. ഒന്നില് ഒരു വലിയ മഴയെ ദൈവം നിർത്തിയൊരു സംഭവവും, അത് വെട്ടുകാട് പള്ളിയില്. അതുപോലെ വലിയൊരു സംഭവമാണ് അടിമലത്തുറയില്. എന്താ പറയുന്നത്, ഒരു മത്സ്യത്തിന്റെ വലിയൊരു കൂട്ടം അന്നത്തെ ദിവസം കടന്നു വന്ന ചാകര പോലുള്ള സമയം, ചാകരയില്ലാത്ത സമയത്ത് ചാകര വന്നത്. ഇങ്ങനെ ഈ 2 സംഭവങ്ങളും ഈ വേളിയിൽ ഓർമ്മയെടുക്കുകയാണ്. സഹോദരങ്ങളെ, ഞങ്ങൾ ഇവിടുന്ന് കടന്നുപോയാലും ഈ വേളിയുടെ മൺതരികളും വേളിയിലെ കുടുംബങ്ങളും വിളിച്ചു പറയുവാൻ പറ്റണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. ഇവിടെ ഒരു ദൈവം കടന്നു വന്നു. അവൻ നസ്രായനായ യേശു ക്രിസ്തു. അവന്റെ നാമത്തില് ഞങ്ങളുടെ കുടുംബത്തില് അത്ഭുതങ്ങൾ നടന്നുവെന്നും അടയാളങ്ങൾ ഉണ്ടായി എന്നും പറയുവാൻ തക്കവിധം ഈ വേളിയിലെ ഓരോ കുടുംബവും ഇവിടെ തുള്ളി തുടിക്കുവാൻ, ദൈവത്തിന്റെ കൃപ ഒഴുകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ തീ കത്തുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവം അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം ഒന്നും എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ കടന്നു പോകുന്നവനല്ല. ദൈവം എന്തെങ്കിലും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിലൂടെ എന്താ പറയുന്നത്, കണ്ടുകൊണ്ട് കടന്നു പോകുന്നവനല്ല. കാണുന്നവനും എല്ലാത്തിനും ഉപരിയായി ആ പ്രശ്നത്തിന് മേൽ ഇടപെടുന്നവനുമാണ് യേശുവെന്ന വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളും ഈ വേളിയിലിരിക്കുന്ന ഓരോ കുടുംബവും ഇന്ന് നിങ്ങളും ആഗ്രഹിക്കണം, എന്റെ പിതാവേ, എന്റെ കുടുംബത്തില്, എന്റെ ജീവിതത്തില് ഇന്ന് ഈ പ്രത്യേക കാര്യം നടക്കണം. നിങ്ങൾ ഇന്ന് ചോദിക്കണം. ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഒരു മഴ പോലെ കുടുംബജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. പുറകിലിരിക്കുന്നവർക്ക് ഒരു ഹല്ലേലൂയ പറയാമോ? അങ്ങ് പുറകിലിരിക്കുന്നവര്, കാണാൻ പറ്റാത്ത വിധം ദൂരെയിരിക്കുന്നവര് ഓർക്ക് വിശ്വസിക്കുക, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തതുള്ളൂ. പക്ഷേ ഓർക്കുക, 10,000-കണക്കിന് കണ്ണുകളെക്കാൾ ശോഭയേറിയതും തീഷ്ണതുമായ കണ്ണുകളുള്ള ഒരു ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇന്ന് ഈ 5 ദിവസം നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമെങ്കിൽ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അത് സാരഥിയെ ദൈവം ഇവിടുന്ന് കടന്നു പോകുകയുള്ളൂ. ആ ഒരു ബോധത്തോടെ ഹല്ലേലൂയ പറയാം. നല്ല പോലെ പറയണം കേട്ടോ. സാധാരണഗതിയിൽ ധ്യാനത്തിന് കടന്നു പോയാൽ അവിടെ മുഴുവൻ ഉത്സവം പോലെയാണ്. ഹല്ലേലൂയ. ഞാനും വിശ്വസിക്കുന്നു, വേളിയിലും ഒട്ടും മോശമല്ല. ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ഇവിടെ നടത്തുവാൻ പോകുന്നെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് ജനം കടന്നു പോകുന്നത്. കടന്നു വന്നത് ഞാനൊരു ട്രെയിനിലാണ് ഇരിക്കുന്ന. 3-4 മണിക്കൂർ സമയത്ത് മറ്റൊന്നും ചെയ്യുവാൻ എന്റെ ഹൃദയത്തിലില്ലായിരുന്നു. ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പിതാവേ, എന്താണ് വേളിയിൽ നടക്കുവാൻ പോകുന്നത്? സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, വേളിയിൽ ദൈവം നന്മ ചെയ്യുവാൻ, വലിയ കൃപകൾ ചൊരിയുവാൻ ഈ തിരുനാള് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ്, ഒരു എന്താ പറയുന്ന മയിൽക്കുറ്റി സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു വഴിയായി ഈ വരുന്ന എന്താ പറയുന്നത് വൈകുന്നേരങ്ങൾ ദൈവം ഉപയോഗിക്കും. ഇവിടുത്തെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരും സ്വപ്നങ്ങൾ കാണുവാൻ, ദർശനങ്ങൾ കാണുവാൻ, പുതിയൊരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ ദൈവം ഇവിടെ നിങ്ങളെ ഉപയോഗിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സഹോദരങ്ങളെ, പഴയ നിയമത്തില് ഉൽപ്പത്തി 3:15 ദൈവത്തിന്റെ വചനം കടന്നു വരികയാണ്. യേശു ക്രിസ്തു ലോകത്തേക്ക് കടന്നു വരുമെന്നും അവനിലൂടെ സകല ജനവും പിശാചിന്റെ പിടിയിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് രക്ഷ പ്രാപിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസവും പ്രഖ്യാപനവും പ്രവചനവും കടന്നു വരുന്നത് ഉൽപ്പത്തി 3:15. പക്ഷെ അവിടെ പറയുന്ന ഒരു വ്യക്തി സ്ത്രീയെ കുറിച്ചാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രകടമാകുന്ന ആദ്യ വാക്ക് ഉൽപ്പത്തി 3:15. ഇനി എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തെ, തന്റെ ഏക മകനെ ദൈവത്തിന് ദൈവമായി ദൈവ സാഹചര്യങ്ങളിലേക്ക് ചേർത്ത് വെച്ച് രക്ഷയുടെ പടവുകൾ ചവിട്ടിക്കയറിയത്? നമ്മൾക്കറിയാം സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പിറന്ന യേശുക്രിസ്തുവിനെ
ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയം കാത്തിരുന്ന ശിമിയോൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ കണ്ണുകൾ രക്ഷ കണ്ടു എന്നാണ് വെളിപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഒരു ശിമയോൻ കാത്തിരുന്ന പ്രായം വന്ന് അവന്റെ ജീവിതത്തിന് ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നവൻ അവസാനം അവന്റെ പ്രതീക്ഷ പൂർത്തിയാകുന്നത് യേശുവിനെ കാണുമ്പോഴാ. യേശുവിനെ കാണുമ്പോൾ ശിമയോൻ വിളിച്ചു പറയുന്നത്, ഞാനൊരു വ്യക്തിയെ കണ്ടുവെന്നോ ദൈവത്തിന്റെ ഏകജാതനെ കണ്ടുവെന്നോ അല്ല, എന്റെ കണ്ണുകൾ രക്ഷ നേർക്കുനേർ കണ്ടുവെന്ന് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തില് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് രക്ഷ? എവിടെയാണ് രക്ഷ കടന്നു വരേണ്ടത്? എവിടെയാണ് രക്ഷ നമ്മളെ ബാധിക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പല സത്യങ്ങളില് ഏറ്റവും നല്ല സത്യം, പല ചിന്തകളില്, പല ദൈവങ്ങളില് ഏറ്റവും നല്ല ചിന്തയും ഏറ്റവും നല്ല ദൈവവും യേശുക്രിസ്തു എന്ന് വിചാരിക്കുന്നു. ചിലർ ദൈവത്തെ യേശുക്രിസ്തുവിനെ വലിയൊരു വിപ്ലവകാരിയായി വിശേഷിപ്പിക്കുന്നു. ചിലർ പറയുന്നു അവനൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന്. ചിലർ അവനെ വിവിധ തരത്തില് വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് യേശുക്രിസ്തു എന്ന് തിരിച്ചറിയുന്നത് അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു ഹല്ലേലൂയ പറയാം, നല്ലപോലെ ഒരു ഹല്ലേലൂയ പറയാം, നല്ലപോലെ പറയണം, ഹൃദയത്തിൽ നിന്ന് പറയാം. സഹോദരങ്ങളെ, നമുക്കറിയണം എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം തന്റെ ഏകജാതന്റെ അമ്മയായി ഈ ലോക ജീവിതത്തിൽ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നത്? പലപ്പോഴും അമ്മയിലൂടെ പ്രാർത്ഥിക്കുന്ന നമ്മൾ മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. എന്താണ് അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം? അവിടെ മാത്രമേ ആ ഉള്ളിലുണ്ടായിരുന്ന കാര്യം അമ്മ മൗനത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച കാര്യം എന്തെന്ന് തിരിച്ചറിയുന്ന സമയത്ത് മാത്രമേ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി ഹൃദയത്തിൽ അവൾ എല്ലാം സംഗ്രഹിച്ചു. എന്തായിരുന്നു സംഗ്രഹിച്ചത്? നമ്മളൊന്ന് കാണാൻ പോകുകയാണ്. സഹോദരങ്ങളെ, കന്യകയായി ഈ ലോക ജീവിതത്തിൽ ഉണ്ടായിരുന്നവള്, ദൈവത്തിന്റെ മാലാഖ അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും, യേശുവെന്ന പേരിടണം. അതിനു മുമ്പ് തന്നെ മാലാഖ വെളിപ്പെടുത്തി, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നിൽ സംപ്രീതിയായിരിക്കുന്നു. ഈ സമയം ദൈവത്തിന്റെ അഭിവാദനം കേട്ട് ഇവൾ അസ്വസ്ഥതയാകുകയാണ് ചെയ്തത്. തിരിച്ചുള്ള മറുപടി ഇതായിരുന്നു, എങ്ങനെ ഇത് സാധിക്കും? ഞാനൊരു കന്യകയാണല്ലോ. മാലാഖയുടെ മറുപടി